ജയിൽ ചാടിയ ശേഷം കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തിയെന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ജയിൽ നിയമങ്ങൾ അനുസരിപ്പിച്ചതിന്റെ പേരിലായിരുന്നു ഭീഷണി. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതറിഞ്ഞ് ലീവ് എടുത്ത് വീട്ടിലെത്തുകയായിരുന്നുവെന്ന് സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയിൽ നിയമങ്ങൾ അനുസരിക്കാൻ ഗോവിന്ദച്ചാമി തയ്യാറായിരുന്നില്ല. നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നു. ഇതിനായിരുന്നു തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താർ പറഞ്ഞു. ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള സമയം വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. കുടുംബാംഗങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നറിഞ്ഞ ഉടൻ അവധിയെടുത്ത് താൻ വീട്ടിലെത്തിയത്. പറഞ്ഞു ഞാൻ ജയിൽ ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ, അതായത് എന്റെ അടുത്ത് എത്താൻ പറ്റി കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എന്റെ വീട്ടിലെ എല്ലാവരെയും അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുമെന്നും കൊച്ചുകുട്ടികളെ അവരെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് സഹതടവുകാരോട് ഗോവിന്ദച്ചാമി പറഞ്ഞിരുന്നു. മോഷ്ടിച്ച സ്വർണം ഉൾപ്പെടെ കളവ് മുതലുകൾ കോയമ്പത്തൂരിലെ 2 ശ്മശാനങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നും ഗോവിന്ദച്ചാമി സഹതടവുകാരോട് പറഞ്ഞിരുന്നതായും മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വെളിപ്പെടുത്തി. റിപ്പോർട്ടർ, പത്തനംതിട്ട.